ജോസഫ് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? അല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരിഹരിക്കാൻ കഴിയുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റൊന്ന്, തിരുവനന്തപുരത്തിന്റെ മാത്രം കാര്യമല്ല, അതായത് കേരളം മുഴുവൻ ഇപ്പം ശശി തരൂരിന്റെ ചില പരാമർശങ്ങൾ വലിയ രീതിയിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ചില നേതാക്കളെല്ലാം അതിൽ പ്രതികരിച്ചിട്ടുമുണ്ട്, അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. അപ്പം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ചില സ്ഥലങ്ങളിലെങ്കിലും അത് ചർച്ചയാകാനുള്ള സാധ്യത, LDF അത് ഉയർത്താനുള്ളൊരു സാധ്യതയൊക്കെ ഇല്ലേ? അതിനെ എങ്ങനെ നേരിടാമെന്നാണ്? അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. ശ്രീ ശശി തരൂരിനെ പോലുള്ളവരെയൊക്കെ ലോക്സഭയിലേക്ക് അയക്കാൻ പ്രവർത്തിച്ച, അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത പാർട്ടി പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അദ്ദേഹത്തിനെ പോലുള്ളവരുടെ ചില അഭിപ്രായങ്ങൾ, അതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. അതൊന്നും ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ നെഹ്റു കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അഭിമാനമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ആ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഒരിക്കലും രാജ്യസഭ വഴിയോ അല്ലെങ്കിൽ മറ്റോ വന്നതല്ല. അവരൊക്കെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ഡയറക്റ്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ്. അത് ആർക്കും ആണെങ്കിൽ ഇലക്ഷൻ മത്സരിക്കാമല്ലോ. ഇന്നാളൊരു കുടുംബത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് മാറ്റി നിർത്താൻ കഴിയുമോ? ആ പറയുന്നതിന് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് നെഹ്റു കുടുംബത്തിലെ അവരെ എല്ലാവരും ഒരു ചിത്രം പരിശോധിച്ചാൽ എല്ലാവരും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് വന്നവരാണ്, അവരെ ജനങ്ങൾ അംഗീകരിച്ചവരാണ്. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പാർട്ടിയും അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ താങ്കൾക്കൊപ്പം നിന്ന് തരൂർ തിരുവനന്തപുരത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങും എന്നാണോ? അത്ര വലിയൊരു ശക്തിയായി താങ്കൾക്കൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണോ? അല്ല, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം പരമാവധി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. പക്ഷേ എവിടെയും അദ്ദേഹത്തെ കണ്ടില്ല. കഴിഞ്ഞ ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലാണെങ്കിലും അദ്ദേഹം ആക്റ്റീവ് അല്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട, അതായത് കോൺഗ്രസ് മുഴുവനായിട്ട് UDF അത് പിടിച്ചെടുക്കണമെന്ന് താങ്കൾ തന്നെ പറയുന്നു. 10ൽ നിന്ന് 50ലേക്കുള്ള ആ യാത്രയിൽ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ആ നിലപാടിനെ ഇല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡിനെ എങ്ങനെ കാണേണ്ടതുണ്ട്? കോൺഗ്രസ് എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ? അല്ല, അപ്പോൾ ഇന്നലെ മാത്രമാണ് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ സമയം ധാരാളമുണ്ട്. ഇപ്പോൾ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടമാണ് കഴിയുന്നത്. ഇനി 2ാം ഘട്ടവും 3ാം ഘട്ടമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് അധികം പങ്കെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു, അതായത് റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല സ്വർണ്ണപ്പാളി വിഷയമാണ്. ആ സ്വർണ്ണപ്പാളി വിഷയം ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് ഉയർത്തുക? മാത്രവുമല്ല, ഇപ്പോൾ നമുക്കറിയാം കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി സർക്കാർ എടുത്തിരിക്കുന്ന ആ തീരുമാനം ഇല്ലെങ്കിൽ ആ പ്രതിരോധത്തെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് പ്രചാരണത്തിൽ ഉപയോഗിക്കുക? അതിനെ എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയെന്ന് വിചാരിച്ചിട്ട് അവിടെ നടക്കുന്ന കൊള്ളകൾ ഇല്ലാതാവുന്നില്ലല്ലോ. അതായത് പത്മകുമാറിൻ്റെ ഭരണസമിതി മുതൽ പ്രശാന്തിൻ്റെ ഭരണസമിതി വരെ നടത്തിയ അഴിമതികൾ, സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുക. ഇപ്പം കേരളത്തിലും ഇന്ത്യയിലൊക്കെയുള്ള ഭക്തജനങ്ങളുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ പ്രതിഫലിക്കും. ജയകുമാറിനെ പ്രസിഡന്റ് ആക്കിയെന്ന് വിചാരിച്ചിട്ട് മുൻകാലങ്ങളിലെ എല്ലാം ജനം അർഹില്ല. ഞങ്ങൾ പറയുന്നു ദേവസ്വം, അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഏതാണ്ടെന്ന് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞത് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും പുറത്തു പോവുകയാണ്. അതിലിപ്പോൾ MLA മാർ എലക്ട് ചെയ്തൊരു മെമ്പർ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ബാക്കി 2 പേരും പുറത്തു പോവുകയാണ്. അപ്പോൾ ഫലത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുടെ രാജിയും കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ പ്രോപ്പഗാൻഡ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസിന്റെ പുനഃസംഘടന വൈകിയത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? സമയബന്ധിതമായി അത് പൂർത്തിയാക്കിയില്ല എന്നുള്ള വിമർശനം താങ്കൾക്ക് ഇപ്പോഴുണ്ടോ?
അല്ല, ഇനിയിപ്പോൾ ഉള്ള ഭാരവാഹികൾ തന്നെ ധാരാളമാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ. അതുകൊണ്ട് തന്നെ ഇനിയും ഭാരവാഹികൾ വേണമെന്നുള്ളതിനോടൊന്നും ഇപ്പം ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാവാം. ഇനി പുനഃസംഘടന ഒരു ചർച്ചയല്ല. കാരണം ഒരു ടീമിനെ നിയോഗിച്ചു കഴിഞ്ഞു. ആ ടീം ആണ് ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കുക.